നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഇന്നെനിക്ക് സംസാരിക്കാനുള്ളത് ഭാഗ്യ നിർഭാഗ്യങ്ങളെ പറ്റിയാണ്. പലപ്പോഴും ഭാഗ്യ നിർഭാഗ്യങ്ങളാണ് മനുഷ്യനെ അവൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ചയും താഴ്ചയും നിർണ്ണയിക്കുന്ന ഒരു ഘടകം. അല്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം നമ്മൾ പലതും സമ്പാദിച്ചു വെച്ചിട്ട് അത് അനുഭവിക്കാൻ യോഗ്യതയില്ലാത്ത അല്ല യോഗമില്ലാത്ത പല ആൾക്കാരും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അതിനുള്ള യോഗ്യത മറ്റു പലർക്ക് ആർക്കെങ്കിലും കയ്യിലേക്ക് അകപ്പെട്ടു പോകും. നമ്മൾ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന പല മുതലും അതുപോലെ തന്നെ ഒരു സമ്പാദ്യവും ഇല്ലാതെ ജീവിതത്തിൽ അടിച്ചു പൊളിച്ച് സുഖമായിട്ട് ജീവിക്കുന്ന ധാരാളം ആൾക്കാരെ നമ്മൾ കാണാറുണ്ട് അല്ലേ. ചില ആൾക്കാരെ നമ്മൾ പ്രഥമ ദൃഷ്ടിയാ നോക്കുമ്പോൾ ചില ആൾക്കാരെ കാണുമ്പോൾ പരുക്കന്മാരായിട്ട് തോന്നാം. ചിലപ്പോൾ ഒരു സാധുക്കളായിരിക്കാം ഉള്ളതുകൊണ്ട്. അതേപോലെ തന്നെ ചില ആൾക്കാർ വളരെ സൗമ്യമായി പെരുമാറും, വളരെ നല്ല പെരുമാറ്റമുള്ള ആൾക്കാരായിരിക്കും. എല്ലാവരുടെ കരുണയൊക്കെ വാക്കുകളിലൂടെ പ്രദർശിപ്പിക്കുന്ന ചില ആൾക്കാരൊക്കെ ആയിരിക്കും. പക്ഷേ എന്നാൽ പലപ്പോഴും അങ്ങനെ നന്മ നിറഞ്ഞ പല ആൾക്കാർക്കും പല ദുരിതങ്ങളും ദുഃഖങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നോട് ഒരു സുഹൃത്ത് നിരന്തരം പറയാറുണ്ട്, ഞാനൊരു ഭാഗ്യം കെട്ട മനുഷ്യനാണെന്ന് പറയാറുണ്ട്. പക്ഷേ അയാളൊരു നല്ല മനുഷ്യനാണ് ഞാൻ നോക്കുമ്പോൾ. അയാൾ വലിയ കുഴപ്പമില്ല. പക്ഷേ ചിലപ്പോൾ അദ്ദേഹത്തിന് ചില കുഴപ്പങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ തൻ്റേതായിട്ടുള്ള ഭാഗങ്ങളെ ന്യായീകരിക്കുക, അതുപോലെ തന്നെ താനെന്തോ കഴിവുള്ള ആളാണെന്നും തൻ്റെ കഴിവിലൂടെ താൻ പലതും നേടിയെന്ന് പറയുകയും ചെയ്യുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റ രീതികൾ ചില സമയത്ത് മാത്രം വിചിത്രമായ ചില പെരുമാറ്റ രീതികൾ ഞാൻ കാണാറുണ്ട്. കാരണം ചില സമയത്ത് അദ്ദേഹം പല ആൾക്കാരും തൻ്റെ ജീവിതത്തിൻ്റെ പരാജയങ്ങൾക്ക് കാരണക്കാരായിട്ട് കണ്ടെത്താറുണ്ട്. തൻ്റെ ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ കാരണം തനിക്ക് മുന്നിലൂടെ നടന്നുപോയ ആൾക്കാരാണെന്നും അല്ലെങ്കിൽ തൻ്റെ ജന്മത്തിന് അവകാശപ്പെട്ടവരാണെന്നൊക്കെ വെറുതെ തെറ്റിദ്ധരിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തെ കാണുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, നമുക്ക് വിശകലനം ചെയ്യാൻ ഒരാളിനെ കിട്ടിയെന്നുള്ളത് എനിക്ക് നമ്മൾ ചിലപ്പോൾ അവരെ കൊണ്ട് നമ്മൾ ചില പാഠങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഭാഗ്യ നിർഭാഗ്യങ്ങൾ അതെങ്ങനെയാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. ഇത്രയേ ഉള്ളൂ. ഞാനിങ്ങനെ ചിന്തിക്കുമ്പോൾ അതൊരു തുലാസാണ്. എങ്ങനെയാണ് ഈ തുലാസിൽ ഒരു ഭാഗത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് ഈശ്വരാധീനമാണ്, ഒരു ഭാഗത്ത് ഈശ്വരാധീനത്തിന് വേണ്ടി ധാരാളം പ്രയത്നിക്കുന്ന പല വ്യക്തികളെയും നമ്മൾ കാണാറുണ്ട്. ഈശ്വരവിശ്വാസികളായിട്ടുള്ള പല ആൾക്കാരുമാണ് പലപ്പോഴും നിർഭാഗ്യ കാര്യങ്ങൾ അല്ലെ ഭാഗ്യങ്ങളൊക്കെ പറ്റി സംസാരിക്കാറുള്ളത്. അപ്പോൾ ഈ വ്യക്തി അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ വ്യക്തി പറയുന്നതിനകത്ത് ഉള്ള കാര്യം ചിന്തിക്കുമ്പോൾ ഇങ്ങനെ കാണാം, ഇദ്ദേഹം ഈശ്വരവിശ്വാസിയാണ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഒരു ഈശ്വരവിശ്വാസിയെ സംബന്ധിച്ച് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. അയാൾ പൂർണ്ണമായും ഈശ്വരനിൽ അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരാളായിരിക്കണം. അങ്ങനെ അല്ലെങ്കിലോ അദ്ദേഹം അത്യാവശ്യത്തിന് മാത്രം ഓടിച്ചെന്ന് ഈശ്വരൻ്റെ അടുത്ത് നിന്ന് കാര്യം നേടാൻ ചെല്ലുമ്പോൾ അയാൾക്ക് കാര്യം സാധിച്ചിട്ടില്ല, നിരാശ വരും, ഈശ്വരനോട് അയാൾക്ക് കോപം വരും. അപ്പോൾ തൻ്റെ പ്രവർത്തികളാണ് തനിക്കെതിരെ തിരിയുന്നത് എന്നുള്ള ബോധം വരാനുള്ള സമയം ഒത്തിരി വൈകും. ഈശ്വരൻ ആരെയും അത് ബോധ്യപ്പെടുത്താൻ നിൽക്കത്തുമില്ല. അങ്ങനെ അതൊരു ഈശ്വര തത്വമാണ്. ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നന്മയുടെ ഒരു രൂപമാണ്. അപ്പം ഈശ്വരീയത അതൊരു ത്രാസിൽ വെക്കുന്നു. ഒരു ത്രാസിൻ്റെ ഒരു തട്ടിൽ ഈശ്വരീയത വെക്കുന്നു, മറുതട്ടിൽ എന്ത് വെക്കണം? ഗുരുത്വം എന്ന് പറയുന്നത് വെക്കണം. ഇതിൻ്റെ നിർഭാഗ്യങ്ങൾ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഭാഗ്യത്തിൻ്റേതായിട്ടുള്ള കൃത്യമായിട്ടുള്ള നീഡിലിരിക്കുന്നത് ഈ പറഞ്ഞ ത്രാസിൻ്റെ രണ്ടിനെയും ഇടയ്ക്കുള്ള സൂചിയിലാണ്. അതാണ് ഒരു മനുഷ്യൻ്റെ ഭാഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നാം എപ്പോഴും വിചാരിക്കേണ്ടത് ഈശ്വര തത്വം ഒരു തട്ടിലിരിപ്പുണ്ടെങ്കിൽ മറുതട്ടിൽ ഗുരുത്വം എന്ന തത്വം, നല്ല നന്മയുള്ള ഗുരുത്വം വേണം. ഗുരുത്വം ഉണ്ടാകണമെങ്കിൽ മുതിർന്നവരെ അവരുടെ അനുഗ്രഹം വേണം, മുതിർന്ന ആൾക്കാരുടെ അനുഗ്രഹം വേണം, ഗുരുക്കന്മാരുടെ അനുഗ്രഹം വേണം. അതുമാത്രമല്ല, പ്രപഞ്ചത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളുമായിട്ട് നമ്മളൊരു ഒരു ഒരു സ്വരുമപ്പെടൽ ആവശ്യമാണ്. അപ്പോൾ ആരെങ്കിലും ഞാൻ വേദനിപ്പിക്കുന്നുണ്ടോ വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ചിലപ്പോൾ എല്ലാവർക്കും നന്മ ചെയ്യുന്ന ഒരാളായിരിക്കാം, പക്ഷേ ഒരൊറ്റ രാത്രി കൊണ്ട്, ഒരു നിമിഷം കൊണ്ട് വായിൽ നിന്ന് വീഴുന്നത് ദുർഗന്ധമുള്ള വാക്കുകളാണെങ്കിൽ, മറ്റൊരാളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ ഗുരുത്വത്തിൻ്റെ ത്രാസ് താഴുകയല്ല ചെയ്യുന്നത്, ഉയരും. അപ്പോൾ അവിടെ ഈശ്വരാധീനം കൂടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ടും തുലനം ചെയ്ത് നിൽക്കുമ്പോഴാണ് ഭാഗ്യമുണ്ടാകുന്നത്. അതാണ് ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ കണക്ക് ഞാൻ പറഞ്ഞത്. അപ്പോൾ അറിവില്ലാത്ത എന്നെപ്പോലെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, പല ആൾക്കാരും കാണും എന്താണ് ഭാഗ്യ നിർഭാഗ്യം. ഈശ്വരീയത മാത്രമല്ല, ഗുരുത്വം കലർന്ന ഈശ്വരീയത, അതാണ് നമുക്ക് വേണ്ടത്. അത് ത്രാസിലിട്ട് തൂക്കി നോക്കുമ്പോൾ രണ്ടും ഒരേ ലെവലിലായിരിക്കണം. എപ്പോൾ ഗുരുത്വം നഷ്ടപ്പെടുന്നോ അവിടെ ഈശ്വരീയത ഉണ്ടെന്നിട്ട് ഒരു കാര്യമില്ല. ഈശ്വരൻ്റെ കാൽക്കൽ വീഴാൻ ഓടി നടന്നിട്ട് കാര്യമില്ല. ഈശാവാസ്യം ഇതം സർവ്വം കിഞ്ച ജഗത്താൻ ജഗത്തും എന്ന് പറയും. മനുഷ്യനെ തന്നെ, മനുഷ്യരിലുള്ള ഈശ്വരീയത കാണാതെ ഈശ്വരനെ തേടി നടക്കുന്ന ആൾക്കാർക്ക് അവർക്ക് ഫലം ഉണ്ടാകുകയില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിർഭാഗ്യവാന്മാരായിട്ട് അവർ തേടി നടക്കേണ്ടി വരും. എവിടെയാണ് സത്യം ഇരിക്കുന്നത് അവർക്ക് തേടിയാലും കണ്ടെത്താൻ സാധിക്കില്ല. ആദ്യം അവർ താഴേക്ക് ഇറങ്ങി വരണം, വളരെ താഴണം. നന്മയുടെ താഴ്ചയുള്ള ഭാഗത്ത് നീരുറവ് പോലെ അവർക്ക് ഭാഗ്യത്തെ ലഭിക്കും. എല്ലാവർക്കും നമസ്കാരം.